ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വെളിപ്പാട് പുസ്തകത്തിലെ 21-ാം അധ്യായത്തിലെ 23-ാം തിരുവചനം വായിക്കാം. വചനത്തിൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: നഗരത്തിന് പ്രകാശം നൽകാൻ സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ ആവശ്യമുണ്ടായിരുന്നില്ല. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അഗ്നിയും ജലവും പരസ്പര സംഹാരികളാണ്. അഗ്നി കെടുത്താൻ ജലത്തിനാവും, എന്നാൽ ജലത്തെ നീരാവിയാക്കാൻ അഗ്നിയുടെ ഊർജത്തിനും സാധിക്കും. ഇത് സയൻസാണ്. സകലത്തിൻ്റെയും ആദ്യ കാരണവും സത്യവുമായി കണക്കാക്കപ്പെടുന്ന പഞ്ചഭൂതങ്ങളിൽപ്പെട്ട ജലത്തെയും പ്രകാശത്തെയും ആധാരമാക്കി തൻ്റെ സത്വത്തെക്കുറിച്ചുള്ള ആഴമേറിയ ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയാണ് ദൈവപുത്രനായ യേശു. താൻ ജീവൻ്റെ ജലമാണെന്നും ലോകത്തിൻ്റെ പ്രകാശമാണെന്നുള്ള പ്രസ്താവനകളിലൂടെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയും സ്ഥിതിയുമായി ബന്ധപ്പെട്ട ദൈവസമാനമായ തൻ്റെ ഭാഗധേയം അവിടുന്ന് വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നു. പ്രകാശം, ജലം എന്നീ ഉപമാനങ്ങൾ ദൈവം തന്നെ വെളിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം പല ആവർത്തി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥ പശ്ചാത്തലത്തിൽ പ്രപഞ്ച സൃഷ്ടിയുടെ ആദ്യ 3 ദിവസങ്ങളിൽ വെള്ളവും വെളിച്ചവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. നമുക്കറിയാം, ആദ്യ ദിവസം പ്രകാശമുണ്ടാവട്ടെ എന്ന് അരുളി ചെയ്യുന്ന ദൈവം 2-ാം ദിവസം ജലത്തെ മുകളിലും താഴെയുമായി വേർതിരിക്കുകയാണ് ചെയ്യുന്നത്. 3-ാം ദിവസമാകട്ടെ കരയെ വേർതിരിച്ച് സമുദ്രത്തിന് രൂപം നൽകുന്നു. പ്രകാശവും ജലവും ജീവന്റെ അടിസ്ഥാനങ്ങളാണ്. ജലമുള്ളിടത്ത് ജീവന്റെ സാന്നിധ്യം ഉണ്ടായേക്കാം എന്നാണ് സയൻസ് നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രകാശമാകട്ടെ ജീവന് ഊർജം പകർന്നു നൽകി പോഷിപ്പിക്കുകയും ചെയ്യും. നനവിൽ നിന്നാണ് ജീവനുള്ള എല്ലാത്തിൻ്റെയും ആരംഭം. വെളിച്ചം സ്വീകരിച്ചാണ് ജീവൻ നിലനിർത്തേണ്ടത്. വെളിച്ചത്തിലേക്ക് മിഴി തുറക്കും മുമ്പ് ആരും ഗർഭാശയ ദ്രവത്തിൽ 9 മാസത്തിലേറെ മുങ്ങിക്കിടക്കേണ്ടതുണ്ടല്ലോ. അതോ ഒരു ജലത്തിൻ്റെ അവസ്ഥയാണത്. ഇത്തരത്തിൽ ജീവന്റെ ഉറവിടവും പോഷണവും ശുദ്ധീകരണവും ജലത്തിലൂടെയാണ്. ബാപ്റ്റിസോ അല്ലെങ്കിൽ മാമോദീസ സ്വീകരിക്കുന്നതും ജലത്തിലൂടെയാണ്. പ്രകാശമാകട്ടെ ഊർജത്തിൻ്റെയും ചൈതന്യത്തിൻ്റെയും കൃപാവരത്തിൻ്റെയും സനാതന സത്യത്തിൻ്റെയും ഈശ്വര സാന്നിധ്യത്തിൻ്റെയും ഒക്കെ അടയാളമാണെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. വെളിച്ചത്തിലേക്ക് നയിക്കാം എന്ന വാഗ്ദാനം അനേകം ആത്മീയ ഗുരുക്കന്മാർ മനുഷ്യന് നൽകിയിട്ടുണ്ടാവാം. എന്നാൽ ഞാനാണ് വെളിച്ചം, ഞാൻ പ്രകാശമാകുന്നു എന്ന് പ്രഖ്യാപിച്ച ഒരുവൻ മാത്രമേ ഉള്ളൂ, നസ്രായനായ യേശു. ആത്മീയദാഹം ശമിപ്പിക്കാൻ ഉതകുന്ന ഉപദേശങ്ങൾ നൽകാം എന്ന് പറഞ്ഞിട്ടുള്ള ഗുരുക്കന്മാർ അനേകമുണ്ടാവാം. എന്നാൽ ഞാനാണ് ജീവന്റെ ഉറവ എന്ന് പ്രഖ്യാപിക്കാൻ ധൈര്യപ്പെട്ടത് ഒരാൾ മാത്രമാണ്. ലോകം അന്നോളം തിരിഞ്ഞ പ്രകാശമാണ് പുൽക്കൂട്ടിലൊരു മനുഷ്യരൂപം പ്രാപിച്ചിരിക്കുന്നത് എന്ന സൂചനയുമായിട്ടാണല്ലോ ജ്ഞാനികളെ അവിടേക്ക് വഴികാട്ടാൻ ഒരു പ്രകാശഗോളത്തെ തന്നെ അയച്ചത്. കുരിശിൽ അവൻ്റെ ജീവനേറ്റ നിമിഷം ഭൂമി മുഴുവൻ അന്ധകാരത്തിലാവുന്നുണ്ട്, അല്ലേ? കല്ലറയുടെ കുരുട്ടിനെ ഭേദിച്ച് ദൈവപുത്രൻ നിത്യവെളിച്ചമായി ഉയർത്തെഴുന്നേറ്റതിനെ അനുസ്മരിച്ച് ഈസ്റ്റർ രാത്രിയിൽ ലോകത്തിലുള്ള എല്ലാ ദേവാലയ മുറ്റങ്ങളിലും ദീപം കൊളുത്തിയുള്ള പ്രദക്ഷിണം നടത്താറുണ്ടല്ലോ. തമസോമ ജ്യോതിർഗമയ എന്ന് വേറെ എവിടേക്കും നോക്കി ഇനിമേൽ ആരും നെടുവേർപ്പെടേണ്ടതില്ല. പ്രകാശിതരാകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് അരുളി ചെയ്തവനെ നോക്കിയാൽ മതി. ആത്മീയ ദാഹം തീർക്കാൻ ആർക്കും അരികിൽ വരാവുന്ന വറ്റാത്ത നീരുറവയും അവൻ തന്നെയാണ്. സൂര്യൻ്റെ പ്രകാശത്തിൽ നിന്ന് ഊർജം സ്വീകരിച്ചാണ് ഭൂമിയിലെ ജീവജലങ്ങളെല്ലാം തന്നെ, ജീവിതത്തിൻ്റെ എല്ലാ ജീവജാലങ്ങളും നിലനിന്ന് പോരുന്നത്.
ഇലകളിൽ നടക്കുന്ന പ്രകാശവിശേഷണമാണ് അന്നജമായി മാറി മറ്റു ജീവികൾക്കെല്ലാം ശക്തി സ്രോതസ്സായിട്ട് മാറ്റുന്നത്. അത്തരത്തിൽ പ്രകാശം ലോകത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായി തീരുന്നു. നമുക്കറിയാം, നമ്മളൊക്കെ പഠിച്ചവരാണ്, ലോകത്തിൻ്റെ പ്രകാശം താനാണെന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ സൂര്യൻ ഭൗതിക ജീവന്റെ ഊർജ സ്രോതസ്സായിരിക്കുന്ന പോലെ താൻ ആത്മീയ ജീവന്റെ ഉറവിടമാണ് എന്നാണ് അവിടുന്ന് അർത്ഥമാക്കുന്നത്. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ തിരുവചനങ്ങൾ പ്രകാശകിരണങ്ങളാണ് പ്രിയമുള്ളവരെ. അവ സ്വീകരിക്കുന്ന വ്യക്തികളിലൂടെ ആത്മാവിലും സന്ധിബന്ധങ്ങളിലും തുളച്ചു കയറി വരുത്തുന്ന വ്യതിയാനത്തെക്കുറിച്ചാണ് എബ്രായ ലേഖനത്തിൽ പൗലോസ് 4-12 ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വചനശ്രവണ ഫലമായ ഒരാളുടെ അന്തരാത്മാവിൽ രൂപം കൊള്ളുന്ന കൃപാവരമാണ് ആത്മാവിന് ഊർജം പ്രദാനം ചെയ്യുന്നത്. സൂര്യൻ്റെ ഊർജം ഇലകൾ ശേഖരിച്ചു വെച്ച് വളർച്ചയ്ക്കുള്ള ചാലക ശക്തിയായി പരിവർത്തനം ചെയ്യും പോലെ തിരുവചനങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ആത്മീയ ഊർജം ജീവിത വളർച്ചയ്ക്ക് നമുക്ക് ഓരോരുത്തർക്കും അത്യന്താപേക്ഷിതമാണ്. സകല ജനതകളെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചമായി വിശുദ്ധ യോഹന്നാൻ യേശുവിനെ ചിത്രീകരിക്കുന്നത് ഈ അർത്ഥത്തിലാണ്. യോഹന്നാന് ലഭിച്ച വെളിപ്പാടിലൂടെ അനുസരിച്ച് സ്വർഗീയ ജെറുസലേമിനെ പ്രകാശിപ്പിക്കാൻ സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ പ്രകാശമില്ല. അതിൻ്റെ ദീപം കുഞ്ഞാടാണ്. അതിൻ്റെ പ്രകാശത്തിൽ ജനതകൾ സഞ്ചരിക്കും. അതുകൊണ്ടാണ് വെളിപ്പാടിൽ 21-23 നമ്മൾ വായിച്ചു കേട്ടത്. അത്തരത്തിൽ എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നതും എല്ലാവരും അവസാനം അഭിമുഖീകരിക്കേണ്ടതുമായ നിത്യവെളിച്ചമാണ് ആര്? കർത്താവായ യേശു ക്രിസ്തു. ദാഹിക്കുന്ന സകലരെയും യേശു തൻ്റെ അരിയിലേക്ക് ക്ഷണിക്കുകയാണ്. മനുഷ്യൻ്റെ സകല ആത്മീയ ദാഹങ്ങൾക്കുമുള്ള ഉത്തരമായാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് സൂചന. ഞാൻ നൽകുന്ന ജലം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല എന്ന് അവിടുത്തെ സമരിയായ പെൺകുട്ടിയോട് അരുളി ചെയ്തുകൊണ്ട് നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട്. തന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകുമെന്ന് യേശു വാഗ്ദാനം ചെയ്യുന്നുണ്ട്. രണ്ടാമതൊന്നും ആലോചിക്കാതില്ലാത്ത വിധം അരുവി പോലെ സ്വാഭാവികമായി അവരുടെ ജീവിതത്തിൽ നിന്ന് നന്മകൾ ഉളവാകും. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങൾ അരുവിൽ നിന്ന് ജലമെന്നോണം അവരിൽ നിന്ന് അനർഗുളമായി പ്രവഹിക്കുമെന്നാണ് ഇതിൻ്റെ ആത്മീയ സൂചന. പ്രിയമുള്ളവരെ, നമ്മൾ വചനത്തിൽ വായിച്ചത് കേട്ടതുപോലെ നമ്മളെന്താ വായിച്ചത്? സൂര്യൻ യോഹന്നാന് ലഭിച്ച സ്വർഗീയ ജെറുസലേമിനെ പ്രകാശിപ്പിക്കാൻ സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ പ്രകാശമില്ല. അതിൻ്റെ ദീപം കുഞ്ഞാട് തന്നെയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ വായിച്ച ആ വലിയ വചനം, നഗരത്തിന് പ്രകാശം നൽകാൻ സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ ആവശ്യമുണ്ടായിരുന്നില്ല. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. നമുക്കെല്ലാം നമ്മുടെ പ്രകാശം യേശു മാത്രമാണ്. ആ പ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന ഊർജമാണ് നമുക്ക് വളരാനായിട്ട് വേണ്ടത്. അത് മനസ്സിലാക്കി വചനങ്ങൾ സ്വീകരിക്കുമ്പോൾ ആ വചനത്തിന് യേശുവിൻ്റെ തിരുവചനങ്ങൾ പ്രകാശകിരണങ്ങളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവ സ്വീകരിക്കുന്ന വ്യക്തികളുടെ ആത്മാവിലും സന്ധിബന്ധങ്ങളിലും തുളച്ച് കയറി വരുത്തുന്ന വ്യതിയാനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി പഠിച്ചാൽ, അത് മനസ്സിലാക്കി ആ രീതിയിലേക്ക് അവസ്ഥയിലേക്ക് പോകുന്നാൽ നമ്മൾ രൂപാന്തരപ്പെടണം. അത് തന്നെയാണ് കർത്താവിൻ്റെ ആഗ്രഹം. കാരണം നമ്മുടെ ഭൗതികമായ മാറ്റത്തെക്കുറിച്ചല്ല പറയുന്നത്, ആത്മീയമായ മാറ്റത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പ്രിയമുള്ളവരെ, വചനം സ്വീകരിച്ചാൽ, വചനം മനസ്സിലാക്കിയാൽ നമ്മുടെ മനോഭാവങ്ങൾക്ക് മാറ്റം വരും. അത് നമ്മുടെ ചിന്താരീതികൾക്ക് മാറ്റം വരും. നമ്മുടെ സ്വഭാവ രീതികൾക്ക് മാറ്റം വരും. നമ്മൾ സ്വീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതിൽ നിന്ന് കൊടുക്കാനുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് മാറും. നമ്മുടെ പൈശാചിക ചിന്തകൾക്ക് അറുതി വരുത്തും. പല രീതിയിലുള്ള മാറ്റണം. വചനം സ്പർശിക്കണം. ആ വചനം സ്പർശിക്കണമെങ്കിൽ ആദ്യം തന്നെ എന്തിനും വചനം വായിക്കണം. പ്രിയമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥം വീട്ടിൽ വെച്ചുകൊണ്ട് അതിൽ
പൈസ കൊണ്ടുവച്ചിരുന്നുകൊണ്ടോ അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിൽ നിന്നുള്ള പേപ്പർ സൂക്ഷിക്കാനുള്ള ഗ്രന്ഥമായിട്ട് തന്നെ കരുതാതെ പ്രിയമുള്ളവരെ അതെടുത്ത് വായിക്കുകയും അത് കുറച്ച് നേരം ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിച്ചം പകർന്നു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നല്ലവനായ യേശുവേ, കർത്താവേ, നിന്റെ തിരുവചനം നിന്റെ വിളിച്ച് ഞങ്ങൾക്ക് എല്ലാവരിലേക്കും കടന്നു വരണമേ. കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. നിന്റെ വചനം പ്രകാശകിരണങ്ങൾ പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഊർജ്ജമായി മാറട്ടെ. ഞങ്ങളെ ഓരോരുത്തരും അത് പ്രവർത്തിക്കട്ടെ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ.